നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പരിക്കിൽ നിന്ന് മുക്തനായി നെയ്മർ ജൂനിയർ തിരികെ എത്തി. ആരാധകർക്ക് അത് ആശ്വാസകരമാണ്. പക്ഷേ സാന്റോസ് വീണ്ടും പരാജയപ്പെട്ടു. ഫ്ലുമിനൻസിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തോറ്റിരിക്കുന്നത്. കളിയുടെ അവസാന ഘട്ടത്തിലാണ് സാമുവൽ സേവിയർ ബ്രിട്ടോ ആ ഒരു ഗോൾ നേടുന്നത്. അതിലാണ് അവർ വീഴുന്നത്. പക്ഷേ കളിയിലുടനീളം ഫ്ലുമിനൻസ് തന്നെയാണ് ആധിപത്യം പുലർത്തിയിരുന്നത്. ഈ മത്സരം തിയാഗോ സിൽവ, നെയ്മർ ജൂനിയർ അവർ വീണ്ടും പരസ്പരം കണ്ടുമുട്ടുന്ന മനോഹരമായൊരു ദൃശ്യം നമുക്ക് തന്നു. അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, കുറേ സമയമായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത വെളിപ്പെടുത്തുന്നതായിരുന്നു. ഏതായാലും മത്സരത്തിൽ ആദ്യ 11-ൽ നെയ്മർ ജൂനിയർ ഇറങ്ങിയില്ല. ടിക്കിഞ്ഞോയും റോൾഹെയ്സറും ഗുയർമയും ടച്ചിയാനയും ഒക്കെ ആണ് സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു. മറുഭാഗത്ത് ജർമ്മൻ കാനോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരിയാസും ലിമയും ഒക്കെ ഇറങ്ങിക്കൊണ്ട് ശക്തമായ ടീമുമായിട്ടാണ് ഫ്ലുമിനൻസ് കളിച്ചത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് റോൾഹെയ്സറെ പിൻവലിച്ചുകൊണ്ട് നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് വിടുന്നത്. നെയ്മർ കളത്തിലിറങ്ങി ചില നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും സാന്റോസിനേക്കാൾ വലിയ ആധിപത്യം ഫ്ലുമിനൻസിന് തന്നെയായിരുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ അരിയാസിൻ്റെ അസിസ്റ്റിൽ നിന്ന് സാമുവൽ സേവിയർ ഗോൾ അടിച്ചതോടെ ഫ്ലുമിനൻസ് വിജയിച്ചു കയറി. മത്സരം 1-0 അവർ വിജയിച്ചു. സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സീസണിൽ 3 കളികൾക്കിടയിലെ രണ്ടാമത്തെ തോൽവിയാണ്. ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. സാന്റോസ് ഇപ്പോൾ 18ാം സ്ഥാനത്താണ്. അതേസമയം ഫ്ലുമിനൻസ് 3 കളികളിൽ 6 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.